മാവോ മാവാ ആ അത്ര പെട്ടെന്ന് വന്നാടേ സാധനം കിട്ടി. ഇതെന്ത് വയ്ക്കുമല്ലേ? എടാ ഇവിടെ പശുവൊന്നുമില്ല. ഈ വയ്ക്കുമല്ലോ മാമ. ഇത് മറ്റേ ഇവിടെ കൂണൊക്കെ കൃഷി ചെയ്യുന്ന ഇതെന്ത് ചെയ്യണം? ബെഡ്. അത് വയ്ക്കൽ ബെഡ്. ഇതെന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇരുട്ട് റൂമിൽ എവിടെയും കൊണ്ടുവച്ചിട്ട് വിത്തൊക്കെ പാകിയിട്ടുണ്ട്. വെള്ളമോടെ തളിച്ചു കൊടുത്താൽ മതി. സാധനങ്ങൾ വളർന്നോളും. അത്രേ ഉള്ളല്ലേ? ഒഴിക്കാ വളമെടുക്കുക. കൊള്ളാം കേട്ടോ പരിപാടി. പിന്നെ ഒരു കാര്യം, ഈ കീടങ്ങളൊന്നും വരാൻ നോക്കി വേണം. നീ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ ഞാനല്ല, എന്റെ കീടനാശിനികളെ അതൊന്നും വരാൻ നോക്കിക്കോളാം. അല്ല അതിന് നമ്മൾ എന്തോ ചെയ്യണം? അത് നമ്മളെ മറ്റേ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ? മുളകല്ല, മറ്റേ വെളുത്ത ഉപ്പല്ല, മറ്റേ ചതക്കണ സാധനം. നമ്മള് പനി വരാൻ വേണ്ടി കഷത്തൊക്കെ വെക്കില്ലേ? വെളുത്തുള്ളി അത് ചതച്ച അതിന്റെ മിശ്രം കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അയ്യോ അത്രേ ഉള്ള സിമ്പിൾ പരിപാടിയല്ലേ? അത് കൊള്ളാം കേട്ടോ. നീ സുഭേഷിട്ടൊന്നുമല്ല, കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടല്ലേ? താങ്ക് യു. ഇതെവിടെ വെക്കണം? ഇതിവിടെ വെച്ചാ പോരെ? അല്ല, ഇത് ഇരുട്ടത്ത് വെക്കണം. ഇരുട്ടത്ത് വെച്ചാ എന്നാൽ നല്ല വിളവൊക്കെ കിട്ടൂലേ? പിന്നെ നേരത്തെ പറയട്ടെ. നീ നമുക്ക് ഇരുട്ടത്ത് കൊണ്ടുവയ്ക്കാം. സെറ്റപ്പ് ആക്കി തരാം ഞാൻ കേട്ടാ. പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. കുടിച്ചു പറഞ്ഞേ. ഇവിടെ വെച്ചു. ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടൊക്കെ ഇല്ലേ? ഇരുട്ട് വേണം. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് കണ്ട ആ പൈപ്പ്, ആ ഓസ് ഇങ്ങനെ വെച്ച് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റും. എളുപ്പമല്ലേ? ഓസ് വെച്ച് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയൊന്നും ചെയ്യല്ലേ? നമ്മള് ബാബർ ഷോപ്പിൽ കിട്ടൂലേ? ബാർബർ ഷോപ്പാ? മറ്റേ സ്പ്രേ ഇല്ലേ? അത് വെച്ച് നനച്ചു കൊടുക്കാവൂ. അത്രേ ഉള്ളല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഓസ് വെച്ച് രാവിലെ വൈകുന്നേരം അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുത്താലേ ഇതെല്ലാം കൂടെ അങ്ങ് ചീഞ്ഞങ്ങ് പോകും. എന്നാ അത് വേണ്ട. പിന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തെ 5 എണ്ണമാണ് കിട്ടിയിരിക്കണം. ഇതുപോലെ സക്സസ് 20 എണ്ണം കിട്ടും. 1 2 3 4 ഉള്ളു ഇതില്. 5 എണ്ണം പറഞ്ഞതാ. എടേ നീ കൊണ്ട് മറിച്ച് വിറ്റാടാ? ഇല്ല, കാശ് കളഞ്ഞാ? ഞാൻ മറ്റേ നാരങ്ങ വെള്ളം കുടിക്കാൻ അവിടെ കൊണ്ട് കൊടുത്താ? അവിടെ മറന്നു വെച്ചിട്ടൊന്ന്. എടാ പോയി എടുത്തിട്ട് ഇവിടെ ആരെങ്കിലും എടുത്തോട്ട് പോവത്. ഞാൻ പോയിട്ട് വരാം. മാമ ഇതെല്ലാം സെറ്റ് ചെയ്യില്ലേ? ഇനി എന്തോ സെറ്റ് ചെയ്യാൻ? ഞാൻ പോയിട്ട് വരാം. ഈ ചെറുക്കനാണല്ലോ കാര്യപ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിനിപ്പോ എങ്ങനെ സെറ്റ് ചെയ്യാൻ ഇത്? വെച്ചാ മതിയല്ലേ? ഇരുട്ടാക്കാം. ചമ്മന്തി തരട്ടെ? പപ്പടം കാച്ചില്ലേ? ഇല്ല. ഇരിക്കടാ. എന്താ നിനക്കൊരു നിരാശ ഭാവം? കപ്പൽ മുങ്ങിയ? ഇല്ല, ഒരു റെയ്ഡിന് പോയത് നടന്നില്ല. എന്ത് റെയ്ഡാ? അത് ഈ മയക്കുമരുന്നിന്റെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവന്മാര് മുങ്ങിക്കളഞ്ഞു. മുങ്ങിക്കളഞ്ഞല്ലേ? നിങ്ങൾ ചെല്ലണം വരെ അവന്മാർ അറിഞ്ഞാണ് അതാണ് മുങ്ങിയത്. അതങ്ങനെയല്ല അമ്മ, ഞാൻ ചെല്ലാൻ താമസിച്ചോണ്ടാണ് റെയ്ഡ് താമസിച്ചാണ് CA സാർ പറഞ്ഞത്. എനിക്കാണെങ്കിൽ നല്ല വഴക്കം കിട്ടി. എടാ നീ അതിന് ഇവിടുന്ന് ധൃതി പിടിച്ച് പോയതല്ലേ, എന്നിട്ട് ലേറ്റ് ആയോ? ലേറ്റ് അങ്ങനെയല്ല അപ്പച്ചി. ഞാൻ ഇവിടുത്തെ ജംഗ്ഷനിൽ പോയി നിന്ന് ജംഗ്ഷനിൽ നിൽക്കാണ് പറഞ്ഞത്. പക്ഷെ അവരപ്പുറത്തെ ജംഗ്ഷൻ വഴിയാണ് പോയത്. പിന്നെ ഞാൻ അവിടെ ഓടി പിടിച്ച് പോയപ്പോഴത്തേക്കും താമസിച്ചു. എടാ മരുമോനെ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടൊക്കെ പോണ്ടേ? അല്ല അമ്മ, ഇത് ഇത്ര ഇൻഫോർമേഷനെ തരുള്ളൂ, വളരെ കുറച്ച് ഇൻഫോർമേഷനെ തരുള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ ആരുടെ മയക്ക് വരുന്ന വെച്ചുകൂടൊക്കെ? അത് നമ്മളെ നാട്ടിൽ വെളിയിൽ നിന്ന് വന്നവന്മാരാണെന്നാണ്, വരുത്തന്മാരാണിത്. ഇവിടെ ഉള്ളതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വെളിയിൽ നിന്ന് വന്നവന്മാരാണ് അവന്മാർ. ഇവിടെ ഒരു നേഴ്സറിയും മറ്റേ ചെടി വിൽപ്പനയൊക്കെ ആയിട്ട് നിന്ന് അതിന്റെ കൂടെ ഈ ലഹരി സാധനം കൂടെ വിറ്റോണ്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് പരിശോധിച്ചില്ലേ? അതൊരു പരിശോധിച്ചു. അപ്പൊ കുറെ വാഴയുടെ തൈയും കുറെ ആന്തൂറിയവും കുറെ ഇൻഡോർ പ്ലാന്റും കുറച്ച് റോസ തൈയൊക്കെ അവിടെ ഇരിക്കുന്നു. എല്ലാം ഒന്നും കിട്ടിയില്ല. കള്ളക്കേസൊന്നും അല്ല പറ്റി. കള്ളക്കേസാണെങ്കിൽ ഇവന്മാര് നമ്മൾ ചെന്നപ്പോ മുങ്ങിക്കളഞ്ഞല്ല. മുങ്ങിക്കളയാമാ എങ്കിൽ അത് പിന്നെ പോലീസുകാരെ കണ്ട് ആരാലും പേടിച്ചോടൂലേ? ഓടും. ഓടട്ട് അവന്മാർ എത്ര പേര് ഓടും നമ്മൾ നോക്കുക തന്നെ. CSR പറഞ്ഞ് ഈ കേസ് അങ്ങനെ വിടാനും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അവന്മാരെ കൈ കിട്ടണമെന്നുണ്ടല്ലേ നട്ടല് വെള്ളമൊക്കെ ഇടിച്ച്. നീ ഏതായാലും ഇരിക്കേ, ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. വേണ്ട അപ്പച്ചി, ഞാൻ പോണം. അയ്യോ കഴിച്ചിട്ട് പോടാ. നല്ല കൂൺ കറിയുണ്ട്. എന്റെ അപ്പച്ചിയെ ഇത്രയും കാലം ഉണ്ടാക്കിയത് ഏറ്റവും നല്ല കറിയാണ്. വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. എന്നാലും വേണ്ട അമ്മ, ഞാൻ പോണം. ഭയങ്കര ക്ഷീണം, ഞാൻ ഒന്ന് കിടക്കട്ടെ. നീ എന്തിനാ തുറിച്ചു പോകണത്? ഞാൻ കഴിക്കാൻ വേണ്ടി ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ലേ? ആയിക്കോട്ടെ, കുറച്ചുകൂടെ നോക്കി. അതെ, ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇതിന് സ്ഥിരം പരിപാടി ആക്കണ്ടേ കേട്ടാ. എപ്പോഴും അങ്ങനെ ഇവിടെ കൂൺ കിട്ടത്തില്ലല്ലോ. പറഞ്ഞതേ ഉള്ളൂ. കഴിക്കും.